നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പിന്നോക്ക സമൂഹം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് വിധേയമാകണമെന്ന് മന്ത്രി OR കേളു. അടൂർമല ഉന്നതി അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 8 മുതൽ 11 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി തൊടുപുഴയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണത്തിൽ പങ്കെടുത്തു. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ജനുവരി 7-ന് തുടക്കമാകുമെന്ന് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജി പള്ളിക്കുന്നിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KSRTC കോതമംഗലം യൂണിറ്റിൽ ആദ്യമായി അനുവദിച്ച ബജറ്റ് ടൂറിസം ബസിന്റെ ഉദ്ഘാടനം നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. പിന്നോക്ക സമൂഹം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് വിധേയമാകണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. അടൂർമല ഉന്നതി അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പ്രവൃത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നോക്ക സമൂഹത്തിനെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട വിവിധ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. 1 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് വിവിധ ഉന്നതികളിലായി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇടുക്കി ജില്ലയിലെ രൂക്ഷമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമ്മുടെ സമൂഹം ഉയർന്നു വരികയുള്ളൂ. നമ്മുടെ സമൂഹം സ്വയം മാറ്റത്തിന് വിധേയമാകണമെന്നും മന്ത്രി പറഞ്ഞു. അടൂർമല ഉന്നതി അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പ്രവർത്തികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവസാനമായിട്ട് ഒരാഴ്ച മുമ്പ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു കുടുംബത്തിന് 5 സെന്റ് ഭൂമി എന്തെങ്കിലും വാങ്ങാനുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് TDOമാരും TOമാരും ശ്രദ്ധിക്കുക. 5 സെന്റ് ഭൂമിയെങ്കിലും തീരെ ഭൂമിയില്ലാത്ത കുടുംബം വാങ്ങിയിരിക്കണം. ആ ഭൂമി നേരത്തെ നമ്മളെ കണ്ടിട്ട് ആദ്യ ഉദ്യോഗസ്ഥന്മാർ തന്നെ പോയി കണ്ട് പരിശോധിച്ച് വാങ്ങിക്കൊടുക്കുന്ന രീതിയാണ്. ഒരുപാട് പരിശോധന ടീമൊക്കെ ഉണ്ട്. എല്ലാവരും കൂടി പരിശോധിക്കണം. ആൾ കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞിട്ട് പോലെ നടക്കുന്നില്ല അങ്ങനെ കാര്യങ്ങൾ. അതുകൊണ്ട് പുതിയ ഉത്തരവിൽ ആ ഗുണഭോക്താവിനെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ആ ഭൂമി വേണ്ട ഗുണഭോക്താവ് തന്നെ 5 സെന്റ് സ്ഥലം 10 സെന്റ് സ്ഥലം സ്വന്തമായിട്ട് എവിടെയെങ്കിലും കണ്ടുപിടിച്ചുകൊള്ളുക. തൊട്ട് അയൽവക്കക്കാരൻ ചിലപ്പോൾ 5 സെന്റ് ഭൂമി കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടാവും. അയാളുടെ 5 സെന്റ് വാങ്ങാം. അപ്പോൾ ഈ ഒരു പദ്ധതി ഉപയോഗിച്ച് 5 സെന്റ് ഭൂമിൻ്റെ ഉടമയെങ്കിലും ഒരു കുടുംബം ആയിരിക്കണം. അടൂർമല ഉന്നതിയിലെ CMS LP സ്കൂളിൽ നടന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ നിർമ്മിതി കേന്ദ്രം അസിസ്റ്റന്റ് പ്രോജക്ട് എഞ്ചിനീയർ സന്തോഷ് KV റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ വിജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജി P. ജോസ്, എളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജു ഓടക്കൽ, കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അജി മോഹനൻ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗം KA ബാബു, പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് സേതു നാരായണൻ, അടൂർമല ഉന്നതി ഊരുമുപ്പൻ PV നൈനാൻ, അടൂർമല സെന്റ് പോൾസ് CSI ചർച്ച് വികാരി ജോർജ് P. ചന്ദ്രൻ, കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിമി K. ജോർജ്, ITDP പ്രോജക്ട് ഓഫീസർ ഇൻചാർജ് മനോജ് KG തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 8 മുതൽ 11 വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 8-ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര സംവിധായകൻ സജിൻ ബാബു മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചലച്ചിത്ര മേളയുടെ ഭാഗമായി നടത്തുന്ന ഡിജിറ്റൽ എക്സിബിഷന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ K. ദീപക് നിർവഹിക്കും. PG ജോസഫ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ ഫാസിൽ റസാഖ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും.
തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന കേരള ചലച്ചിത്ര അക്കാദമിയുടെയും FFSIയുടെയും സഹകരണത്തോടെയാണ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. ജനുവരി 8 മുതൽ 11 വരെ തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിൽ നടക്കുന്ന മേളയിൽ എല്ലാ ദിവസവും 4 ചലച്ചിത്രങ്ങൾ വീതമാണ് പ്രദർശിപ്പിക്കുന്നത്. സജിൻ ബാബു സംവിധാനം ചെയ്ത തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന സിനിമയാണ് ഉദ്ഘാടന ചലച്ചിത്രം. ജനുവരി 8 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമ്മേളനത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബറ ജലീൽ ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചലച്ചിത്ര സംവിധായകൻ സജിൻ ബാബു മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചലച്ചിത്രമേളയുടെ ഭാഗമായി നടത്തുന്ന ഡിജിറ്റൽ എക്സിബിഷന്റെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ വൈസ് ചെയർമാൻ കെ ദീപക് നിർവഹിക്കും. തൊടുപുഴ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൌൺസിലർമാർ, FFSI റീജിയണൽ കൌൺസിൽ അംഗം UA രാജേന്ദ്രൻ, ഫിലിം സൊസൈറ്റി സെക്രട്ടറി MM മഞ്ജു ഹാസൻ, ജോയിന്റ് സെക്രട്ടറി ജയചന്ദ്രൻ V എന്നിവരും പ്രസംഗിക്കും. ജനുവരി 11 PJ ജോസഫ് MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര സംവിധായകൻ ഫാസിൽ റസാഖ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംവിധായകൻ ദിലീഷ് നായർ ഹ്രസ്വചിത്ര മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിക്കും. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വിവിധ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും മുനിസിപ്പൽ കൌൺസിലർമാരും പങ്കെടുക്കും. രജിസ്ട്രേഷന് ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9447 77 6524, 944782 4923, 9447 753482. മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ പ്രമേയങ്ങൾ എല്ലാ വർഷവും നമ്മൾ ശ്രമിക്കുന്നത് വ്യത്യസ്തമായ പ്രമേയങ്ങളും വ്യത്യസ്തമായ ശൈലികളും വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളും ഉൾപ്പെടുന്ന സിനിമകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത് ഈ വർഷവും ശ്രമിച്ചിട്ടുണ്ട്. വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ, വ്യത്യസ്തമായ പ്രമേയ ശൈലികൾ, വ്യത്യസ്തമായ മേക്കിംഗ് ശൈലികൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൃശ്യാനുഭവമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ നിർമ്മാണവും അതിന്റെ എന്താ പറയുക മേക്കിംഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത്തരത്തിലുള്ള ശൈലിയിലുള്ള സിനിമകൾ, വ്യത്യസ്ത ശൈലികളിലുള്ള സിനിമകളും ശ്രമിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഹോളിവുഡ് സിനിമയായിട്ടുള്ള ദ ലോസ്റ്റ് ബസ് ഉൾപ്പെടെയുള്ള സിനിമ ഒരു സർവൈവൽ മൂവിയാണ്, ഹോളിവുഡ് സിനിമയാണ്. അതേസമയം തന്നെ കുർദിഷ് സിനിമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്നുള്ള അണ്ടർ ദ ഹോത്തോൺ ട്രീ എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം വ്യത്യസ്തമായ സിനിമകൾ ഉൾപ്പെടുത്തുവാൻ ഇപ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പിന്തുണ ഈ സിനിമാ പ്രദർശനങ്ങൾക്ക് ചലച്ചിത്രമേളയിലേക്ക് ഉണ്ടാകണം. 8-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബറ ജലീലായിരിക്കും ഫിലിം ഫെസ്റ്റിവലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അന്ന് ചലച്ചിത്ര സംവിധായകൻ സജിൻ ബാബു മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നുണ്ട്. സമാപന ദിവസം നമ്മൾ ഈ വർഷം 20ാമത്തെ ഫെസ്റ്റിവൽ എന്ന നിലയ്ക്ക് ഷോർട്ട് ഫിലിമുകളുടെ ഒരു മത്സരം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 30ഓളം എൻട്രികൾ അതിനു വേണ്ടി ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തെരഞ്ഞെടുത്ത സെലക്ഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സെലക്ഷൻ ലിസ്റ്റിൽ നിന്ന് 10 സിനിമകൾ, 10 മികച്ച ഷോർട്ട് ഫിലിം, അതായത് നമുക്ക് ലഭിച്ച 30 എണ്ണത്തിൽ നിന്ന് 10 സിനിമകൾ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് 3 എണ്ണത്തിന് ക്യാഷ് അവാർഡ് ഉൾപ്പെടെ നൽകുന്നുണ്ട്. ജൂറി ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള ദിലീഷ് നായരാണ് ജൂറി ചെയർമാൻ. അതുപോലെ തന്നെ അരുൺ രാജ്കർത്ത, സോളമൻ കെ ജോർജ്, ഇവർ രണ്ടുപേരും ജൂറി അംഗങ്ങളാണ്. ഇവർ തെരഞ്ഞെടുത്ത 10 സിനിമകളിൽ നിന്ന് മികച്ച 1, 2, 3 സിനിമകൾക്ക് മെമന്റോയും ക്യാഷ് അവാർഡും ഉൾപ്പെടെ അന്ന് നൽകും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N രവീന്ദ്രൻ, സെക്രട്ടറി MM മഞ്ജു ഹാസൻ, ജോയിന്റ് സെക്രട്ടറി ജയചന്ദ്രൻ V, FFSI റീജിയണൽ കൌൺസിൽ അംഗം UA രാജേന്ദ്രൻ, ഫിലിം സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MI സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി തൊടുപുഴയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണത്തിൽ പങ്കെടുത്തു. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാടിന്റെ വസതിയിലാണ് ജില്ലാ കളക്ടറും സന്നദ്ധ പ്രവർത്തകരും സന്ദർശനം നടത്തിയത്. പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കത്തും സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ബ്രോഷറും അദ്ദേഹത്തിന് കൈമാറി. നാടിന്റെ സമഗ്ര വികസനത്തിനായി ജനങ്ങളിൽ നിന്ന് ആശയങ്ങളും അഭിപ്രായങ്ങളും നേരിട്ട് ശേഖരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി തൊടുപുഴയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണത്തിൽ പങ്കെടുത്തു. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാടിന്റെ വസതിയിലാണ് ജില്ലാ കളക്ടറും സന്നദ്ധ പ്രവർത്തകരും സന്ദർശനം നടത്തിയത്. ഇടുക്കി ജില്ലയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തണമെന്നും ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാട്ട് നിർദ്ദേശിച്ചു. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കുറേ എളുപ്പം അറിയാമല്ലോ. ഫോർ എക്സാമ്പിൾ ഈ മോഡിയുടെ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എബോവ് 70 ഉള്ളവർക്കൊക്കെ നമ്മുടെ ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ലല്ലോ. അതൊക്കെ ആക്കി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പോൾ ഒരു
ഏജഡ് പോപ്പുലേഷനാണ് വരാൻ വന്നത്. ചെറുപ്പക്കാരെല്ലാം വലിയൊരു ചാലഞ്ച് ഡിസപ്പയർ ചെയ്യും. പിന്നെ ഒരു അസുഖം വരാമെന്നുള്ളൊരു ഒരു കോമൺ ഇവൻ്റ് ആകും പ്രായമുള്ളവർക്ക്. അപ്പോൾ ദേ നീഡ് കെയർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷൻ ഇരിക്കുന്നത് അതൊക്കെ ഒരു നാഷണൽ ലെവലിൽ. പക്ഷെ നമ്മുടെ ഇടുക്കിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ ജനം രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ അവിടെ ടൂറിസം ഡെവലപ്പ്. പക്ഷെ നമുക്ക് വാസ്തവത്തിൽ ഇപ്പം ഞങ്ങളുടെ ഈയിടെ ഞങ്ങളുടെ ബന്ധത്തിലുള്ള അമേരിക്കയിലുള്ള സാഹിബും ഒക്കെ ഇവിടെ വന്നിട്ട് എവിടെ സ്പെൻഡ് 4 hours ഡ്രൈവിംഗ് ടു മൂന്നാർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് കട്ടിയെടുക്കാം. അപ്പം നമ്മൾ അങ്ങനെയുള്ള കുറേ റിവേഴ്സ് ചിന്താഗതികൾ എടുക്കണം. പിന്നെ മനുഷ്യനായിട്ടേ കണക്കാക്കണം. നോട്ട് ആൻ ഓർഗനൈസേഷൻ, നോട്ട് എ പൊളിറ്റിക്കൽ പാർട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റിഗ്മയായിട്ട് നമ്മൾ ഒരിക്കലും വിടരുത്. നമുക്ക് വി ഷുഡ് ബി ഈക്വൽ ഇൻ ദ റെസ്പെക്ട്. അപ്പം അത് നമ്മൾ വളർത്തിയെടുക്കണേ. ആ വളർത്തിയെടുക്കുന്നതല്ലേ ഉള്ളൂ നമ്മൾ പുരോഗതി. ഗവൺമെൻറ് ആവശ്യം കൊടുത്തിരിക്കുക ഇഫ് യു ക്യാൻ. ഞാനിപ്പോൾ BBC ന്യൂസ്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് പറയുന്നത്. ടൂറിസ്റ്റുകൾക്ക് സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ കാർഷിക മേഖലയെയും കർഷകരെയും സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ചുമതലയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫാം ടൂറിസം പോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ വലിയ ശ്രദ്ധ പുലർത്തേണ്ട കാലഘട്ടമാണെന്നും വ്യക്തിഗതമായ സന്തോഷം നിലനിർത്തുന്ന വെൽനസ് ക്യാമ്പയിനുകൾ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിലുള്ള മാറ്റത്തിലൂടെ വ്യക്തികളിൽ നല്ല ചിന്തകളും നല്ല ആശയങ്ങളും നല്ല അന്തരീക്ഷവും ഉണ്ടാവുന്നതാണ്. അവ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ജില്ലയുടെ വികസനത്തിന് വേണ്ട ക്രിയാത്മകമായ ആശയങ്ങൾ നിർദ്ദേശിച്ച ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ ചാഴികാടിന്റെ വാക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട വിധത്തിലുള്ള മാറ്റങ്ങൾ ജില്ലയിൽ പ്രാവർത്തികമാക്കാമെന്നും അവ സർക്കാരിനെ അറിയിക്കുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് പറഞ്ഞു. പരിപാടിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ കത്തും സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ബ്രോഷറും അദ്ദേഹത്തിന് കൈമാറി. ഭവന സന്ദർശനത്തിൽ കളക്ടർക്കൊപ്പം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ജില്ലാ നിർവഹണ സമിതി അംഗം കെ ഷാജി, തൊടുപുഴ നിയോജകമണ്ഡലം ചാർജ് ഓഫീസർ ബിജു സെബാസ്റ്റ്യൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. 5 വർഷമായി ജനങ്ങൾ നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും വൃത്തിയാക്കാതിരുന്ന ഇടവെട്ടി പഞ്ചായത്തിലെ 9 വാർഡുകളിലൂടെ കടന്നുപോകുന്ന MVP കനാൽ LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ ശുചീകരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം CPIM ഏരിയ സെക്രട്ടറി ലിനു ജോസ് നിർവഹിച്ചു. KA യൂസുഫ് അധ്യക്ഷത വഹിച്ചു. വേനൽക്കാലത്ത് ജനങ്ങൾ കൃഷി ആവശ്യത്തിനും കിണറുകളിലെ ജലം താഴ്ന്നു പോകാതെ നിലനിർത്തുന്നതിനും ഈ കനാലിലൂടെ വെള്ളം ഒഴുകുന്നതുകൊണ്ടാണ്. മാലിന്യവും കാടും നിറഞ്ഞ പെരുമ്പാമ്പുകളടക്കം വാസസ്ഥാനമാക്കിയ MVP കനാൽ LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ വൃത്തിയാക്കുന്ന ജോലി ആരംഭിച്ചു. ഇടവെട്ടി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ്സാണിത്. പരിപാടിയുടെ ഉദ്ഘാടനം CPIM ഏരിയ സെക്രട്ടറി ലിനു ജോസ് നിർവഹിച്ചു. KA യൂസഫ് അധ്യക്ഷത വഹിച്ചു. മുൻപ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൃത്യമായ ഇടവേളകളിൽ കനാൽ വൃത്തിയാക്കിയിരുന്നത് കഴിഞ്ഞ 5 വർഷമായി നടത്തിയിരുന്നില്ല. ജനങ്ങൾ ഏറെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടും UDF ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ബഹുജന പങ്കാളിത്തത്തോടെ LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കനാൽ ശുചീകരണത്തിന് തുടക്കം കുറിച്ചത്. ഇടവെട്ടി പഞ്ചായത്തിലെ 9 വാർഡുകളിലൂടെ കടന്നുപോകുന്ന MVP കനാല് കഴിഞ്ഞ 5 വർഷക്കാലമായി കാടും മാലിന്യങ്ങളും നിറഞ്ഞ് പൊതുജനങ്ങൾക്ക് ശല്യമായി മാറിയത് ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പെരുമ്പാമ്പുകളെ വളർത്തുന്ന ഒരു കേന്ദ്രമായി ഇടവെട്ടിയിലെ MVP കനാല് മാറി. തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാ വർഷവും കൃത്യമായി വളരെ ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്ന ഈ ജോലി കഴിഞ്ഞ 5 വർഷക്കാലമായി ഇടവെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥ കൊണ്ടാണ് ചെയ്യാതിരുന്നത്. അത് ജനങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടായപ്പോൾ അതിന് പരിഹാരം കാണാൻ വേണ്ടി യാതൊരു നടപടിയും കഴിഞ്ഞ ഭരണസമിതി സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ജനങ്ങളുടെ ഈ പ്രദേശത്തുകാരുടെ വെള്ളമെല്ലാം വറ്റി തുടങ്ങി, കിണറുകളെല്ലാം വറ്റി, ആളുകൾക്ക് കുളിക്കാൻ പോകാൻ മറ്റു മാർഗ്ഗങ്ങളില്ല. ഈ സാഹചര്യത്തിൽ വെള്ളം തുറന്നുവിടുന്ന മാസം ഈ ഏറ്റവും അടുത്ത ദിവസം വെള്ളം തുറന്നുവിടും. അപ്പോഴും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് CPIMൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ ആകെ സംഘടിപ്പിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ യുവജന സംഘടനകളെയും എല്ലാം പങ്കാളികളാക്കിക്കൊണ്ട് ഇതുപോലെ MVP കനാൽ വൃത്തിയാക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
വന്യമൃഗശല്യത്തെ നേരിടാൻ വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ട ഇടപെടൽ നടത്തണം. ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടത്താൻ സർക്കാരും ജനപ്രതിനിധികളും തയ്യാറാകണം. പട്ടയ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കണം. കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കർഷകരെ കൈപിടിച്ചുയർത്തുന്ന നടപടികൾ ഉണ്ടാകണം. കാർഷിക മേഖലയെ പഴയ രീതിയിൽ കാണാതെ പുതിയ കാലഘട്ടത്തിന് അനുസൃതമായി കാണണമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. ഇൻഫാം രജത ജൂബിലി സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. ഇൻഫാം പലതരത്തിലും മുന്നോട്ട് വെച്ച പല കാര്യങ്ങൾക്കും സർക്കാർ വേണ്ടത്ര സഹകരണത്തോടെ മുൻപോട്ട് നീങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രതിപക്ഷവും എല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർഷകരെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും തീരാത്ത ഒരു പിടി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ഇന്നും നമ്മൾ അഭിമുഖീകരിക്കുന്ന പട്ടയ വിഷയങ്ങൾ അത് തീർന്നിട്ടില്ല. വന്യമൃഗ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യർ ഇന്നും പ്രതിസന്ധിയിലാണ്. ഒരുപാട് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന, മനുഷ്യരെ വല്ലാതെ അവരുടെ കൃഷിഭൂമികളെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം, അതിനെ നിയമത്തിന്റെ സാങ്കേതിക കുരുക്കുകൾ പറഞ്ഞിട്ട് പലതരത്തിലും നിസ്സഹായത പാലിക്കുന്ന വിധം നിശബ്ദരാകുന്ന സംവിധാനങ്ങളെ നമുക്കിനി സ്വീകരിക്കാനായിട്ട് പറ്റുകയും അത് ഗൗരവമായ രീതിയിൽ എടുക്കേണ്ട വിഷയമാണ്. ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തിയും സംസ്ഥാന സർക്കാരിന്റെ തന്നെ സഹകരണത്തോടുകൂടി കേന്ദ്ര സർക്കാരിനോട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ രീതിയിൽ ആവശ്യപ്പെടാനും ഒക്കെ നമുക്ക് സാധിക്കണം. നിയമനിർമ്മാണത്തിലൂടെ തന്നെ ചില കാര്യങ്ങൾക്ക് മാറ്റം വരേണ്ടതുണ്ട് എന്ന കാര്യം സത്യമാണ്. അതുപോലെ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ നിയമാനുസൃതമായി തന്നെ ചെയ്യാവുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഇനി വലംഭാവം കൂടാതെ അത് മുൻപോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ കാട്ടുമൃഗങ്ങളെ, അങ്ങനെയുള്ള ക്ഷുദ്രജീവികളെയൊക്കെ വെടിവെക്കാനുള്ള സാധ്യത. ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടവരും പ്രഖ്യാപിക്കപ്പെടാത്തതുമായ മൃഗങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് തുരത്തി ഓടിക്കുവാനുള്ള ഒരു ഇച്ഛാശക്തിയും അതിനുള്ള ഒരു പ്രതിബദ്ധതയും കർഷകരോടുള്ള സ്നേഹവും തീർച്ചയായിട്ടും സർക്കാരുകൾക്കുണ്ടാവണം. ജനപ്രതിനിധികൾ അക്കാര്യത്തിൽ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കണം. തീർച്ചയായിട്ടും ത്രിതല പഞ്ചായത്ത് മേഖലയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കാണ് അവരവരുടെ ഇടങ്ങളിൽ അത് നടപ്പിലാക്കാനായിട്ടൊക്കെ സാധിക്കുന്നത് എന്നത് സത്യമാണ്. അതുകൊണ്ട് ഒരുമിച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. കർഷകരോടൊപ്പം നിൽക്കുന്ന സർക്കാരുകൾ, ജനപ്രതിനിധികൾ, അവർക്കൊപ്പം തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കർഷകരുണ്ടാവും. അതിന് സംശയമൊന്നുമില്ല. ആ കാർഷിക മുന്നേറ്റത്തെ ശരിയായി ഗൗരവമായി തന്നെ ജനപ്രതിനിധികൾ ഇന്ന് കാണുന്നുണ്ടെന്നുള്ളത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് കേവലം വോട്ടിന് വേണ്ടി മാത്രമൊന്നുമല്ല. അതിനേക്കാൾ ഉപരി ഈ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തേണ്ടതും അവരെ ചേർത്ത് പിടിക്കേണ്ടതും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ആവശ്യമായ തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് തന്നെ അനിവാര്യമാണെന്ന സത്യം തിരിച്ചറിയേണ്ടത് ജനപ്രതിനിധികളുടെ കടമയാണ്. അവരത് മനസ്സിലാക്കുന്നുണ്ടെന്ന കാര്യവും സന്തോഷകരമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും ഞാനും അടിവരയിട്ട് തന്നെ ആവർത്തിക്കാതെ തന്നെ ആവശ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സത്വരമായ ഒരു ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. ജനോപകാരപ്രദമായ വിധം സർക്കാരുകൾ മുന്നിട്ടിറങ്ങി കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന്, വളരെ ഗൗരവമായ ചില വിഷയങ്ങൾ നമ്മൾ ഇന്ന് കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന കൃത്യമായ ചില വിഷയങ്ങളുണ്ട്. അവരുടെ പട്ടയ പ്രശ്നത്തിൽ ഉണ്ടാവേണ്ട ഒരു കൃത്യമായ ഇടപെടൽ, അത് നൈയാമികമായിട്ട് അവരെ സഹായിക്കാനായിട്ട് ഇനിയും ഉണ്ട് കുറെ കാര്യങ്ങൾ, അത് ചെയ്യേണ്ടതാണ്. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ജനുവരി 7-ന് തുടക്കമാകുമെന്ന് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജ് പള്ളിക്കുന്നേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് മാർ ജോർജ് പുന്നക്കോട്ടിൽ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 9:15-നും 9:45-നും തൊടുപുഴയിൽ നിന്നും സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ധ്യാന കേന്ദ്രത്തിലേക്കും തിരികെ ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 4 വരെ തൊടുപുഴയിലേക്കും KSRTC പ്രത്യേക സർവീസ് ഉണ്ടായിരിക്കും. ജൂബിലിയുടെ വിജയകരമായ നടത്തിപ്പിനായി കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളതായും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ജനുവരി 7-ന് തുടക്കമാകുമെന്ന് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജി പള്ളിക്കുന്നേൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ സുവർണ ജൂബിലി ആഘോഷം ഈ ജനുവരി 7-ാം തീയതി ആരംഭിക്കുകയാണ്. കോതമംഗലത്തിലെ മുൻ പിതാവ് അഭിമന്യ ജോർജ് പുന്നക്കോട്ട് പിതാവാണ് ഉദ്ഘാടനം ചെയ്യുക. ഈ വരുന്ന ജനുവരി 7, 8, 9, 10 തീയതികളിൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട അട്ടപ്പാടിയിലെ ശ്രീവർഗ വട്ടയച്ച് നടത്തുന്ന ബൈബിൾ കൺവെൻഷനുണ്ട്, മിഷണറി കൺവെൻഷൻ. ഏകദേശം 10,000 പേരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും ഒരു 4,000-5,000 പേര് വരുന്ന ശുശ്രൂഷ ഏകദിന കൺവെൻഷൻ നടക്കുന്നുണ്ട്.
കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ മാസവും 2 ധ്യാനങ്ങളുണ്ട്. അതിലും 100 പേര് പങ്കെടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പിന്നെ ഈ ജൂബിലിയുടെ വലിയൊരു പ്രത്യേകത, കേരളത്തിലെ അഭിമന്യ 12 പിതാക്കന്മാര് ഈ വർഷത്തെ ആകുറി വരുന്നുണ്ട്. ഓരോ മാസവും ഓരോ ശനിയാഴ്ച ശുശ്രൂഷയിൽ അഭിമന്യ പിതാക്കന്മാർ വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് സന്ദേശം നൽകും. അത് കേരള സഭയിലെ സീറോ മലബാർ, മലങ്കര, ലത്തീൻ ഹൃദയത്തുകളിലെ അഭിമന്യ പിതാക്കന്മാരാണ്. പിന്നെ ജൂബിലി സമാപിക്കുന്നത് വരുന്ന ഡിസംബർ മാസമാണ്. ഡിസംബർ മാസം 16, 17, 18, 19 തീയതികളിൽ റൂഹാഭിഷേകം എന്ന പേരിൽ വീണ്ടും ഒരു ബൈബിൾ കൺവെൻഷനുണ്ട്. അതിൽ കേരളത്തിലെ പ്രശസ്ത വചന ശുശ്രൂഷകനായ പനക്കൽ ജോർജനുണ്ട്. മറ്റ് നിരവധി വൈദികരും ആത്മായരും സമയം വചനം പങ്കുവെച്ച് നൽകുന്നതായിരിക്കും. അപ്പോൾ ജൂബിലി ഒരു അനുഗ്രഹമായിട്ട് മാറാനും അതിൻ്റെ കാര്യങ്ങൾ അറിയിക്കാനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. രാവിലെ 9-ന് മാർ ജോർജ് പുന്നക്കോട്ടിൽ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ, KCBC കരിസ്മാറ്റിക് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോൺസൺ തൗണ്ടേൽ, ഷെക്കൈന ന്യൂസ് MD ബ്രദർ സന്തോഷ് കരുമത്ര എന്നിവർ പ്രസംഗിക്കും. 10-ാം തീയതി വരെ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നയിക്കുന്ന അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കും. എല്ലാ ശനിയാഴ്ചകളിലും റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷൻ നടക്കും. ജൂബിലിയോടനുബന്ധിച്ച് എല്ലാ മാസങ്ങളിലും നടക്കുന്ന കൺവെൻഷനുകളിൽ പത്തനംതിട്ട രൂപത ബിഷപ്പ് സാമുവൽ മാർ ഐറേനിയോസ്, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ, താമരശ്ശേരി ബിഷപ്പ് മാർ റെമി ജിയോസ് ഇഞ്ചനാനിയിൽ, പുനലൂർ ബിഷപ്പ് റവറന്റ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, മാർ ജേക്കബ് മുരിക്കൻ, തക്കല ബിഷപ്പ് മാർ ജോർജ് രാജേന്ദ്രൻ, ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ, തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസ് പാമ്പ്ലാനി, മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം, ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ എന്നിവർ പൊന്തിഫിക്കൽ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകും. ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 9:15-നും 9:45-നും തൊടുപുഴ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നും ധ്യാന കേന്ദ്രത്തിലേക്കും തിരികെ ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 4 വരെ തൊടുപുഴയിലേക്കും KSRTC പ്രത്യേക സർവീസ് ഉണ്ടായിരിക്കും. ജൂബിലിയുടെ വിജയകരമായ നടത്തിപ്പിനായി മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ, ഫാദർ ആന്റണി വിളയപ്പള്ളിൽ, ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ, ഫാദർ ജോസഫ് കൊച്ചുപറമ്പിൽ, ഫാദർ ജെയിംസ് കക്കുഴി, സിസ്റ്റർ ജിൻസി എന്നിവർ രക്ഷാധികാരികളും, ഫാദർ ജോസഫ് നിരവത്ത്, ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, ഫാദർ ജോൺ വടക്കൻ, ഫാദർ ജെയിംസ് ചൂരത്തൊട്ടി എന്നിവർ കൺവീനർമാരായുള്ള കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KSRTC കോതമംഗലം യൂണിറ്റിൽ ആദ്യമായി അനുവദിച്ച ബജറ്റ് ടൂറിസം ബസിന്റെ ഉദ്ഘാടനം നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കോതമംഗലം KSRTC യൂണിറ്റിൽ ആദ്യമായി അനുവദിച്ച ബഡ്ജറ്റ് ടൂറിസം ബസിന്റെ സർവീസ് ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഏതാണ്ട് 2.25 കോടി രൂപ MLA ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് അതിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടെത്തിയാണ് അതിന്റെ ഉദ്ഘാടനം അവിടെ നിർവഹിച്ചത്. അപ്പോൾ ഏതാണ്ട് 45 വർഷക്കാലത്തോളം പ്രവർത്തന പാരമ്പര്യത്തിലേക്ക് അടുക്കുന്ന നമ്മുടെ ഈ യൂണിറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു വികസനം സാധ്യമായൊരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ആധുനിക ബസ് ടെർമിനൽ നമുക്ക് സ്വന്തമായി, പിന്നീട് ഇവിടെ നിന്ന് പുതിയ പുതിയ സർവീസുകൾ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഡിപ്പോയിലെ വലിയ കളക്ഷൻ, ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ ഇപ്പോൾ നമുക്ക് സാധ്യമായൊരു ഘട്ടം കൂടിയാണ്. അതിന് ജീവനക്കാർ ഒന്ന് ചേർന്ന് നിന്നുകൊണ്ടാണ് അവർ വലിയ കഠിന പരിശ്രമം നടത്തിയതിന്റെ ഭാഗമാണ് വരുമാന വർധനവ് കോതമംഗലം യൂണിറ്റിൽ വലിയ തോതിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് കോതമംഗലത്ത് നിന്നും ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ജംഗിൾ സഫാരി. ഇപ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പല ആളുകളും നമ്മളെ വിളിക്കുമ്പോഴൊക്കെ പറയുന്ന അവരൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സർവീസാണ്, പ്രത്യേകിച്ച് കുട്ടമ്പുഴ കൂടി. കേരളത്തിലെ പല യൂണിറ്റുകളിൽ നിന്നും ഇതുപോലുള്ള നമ്മുടെ ഈ മാതൃക പിന്തുടരുകയും ഇവിടെ നിന്ന് തന്നെ മറ്റ് പല മേഖലകളിലേക്ക് നമുക്ക് സർവീസ് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ KSRTC ഇന്ന് വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ്. ഇന്നിപ്പോ ഘട്ടം ഘട്ടമായി നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതോടൊപ്പം തന്നെ കൃത്യമായി ശമ്പളം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ കൃത്യമായി പെൻഷൻ ഉൾപ്പെടെ ഒരു സാമ്പത്തിക അച്ചടക്കത്തോടു കൂടി ഈ സ്ഥാപനത്തെ കൈപിടിച്ചുയർത്തുന്നതിൽ ഗവൺമെന്റും ഗതാഗത വകുപ്പും ഒക്കെ പ്രത്യേകമായി ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രദ്ധ കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് പൊതുസമൂഹം ആകെ നമ്മുടെ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനം സാധ്യമാക്കാൻ വേണ്ടി വലിയ പിന്തുണയാണ് കൊടുക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കോതമംഗലത്തെ നമ്മുടെ പ്രവർത്തനം. ഇവിടെ ഇങ്ങനെ ഒരു ബസ് ടെർമിനൽ നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ തുടർച്ചയിൽ അതിന്റെ മറ്റനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിനകത്ത് നമ്മൾ പൊതുസമൂഹത്തിന്റെ സഹായം തേടിയിരുന്നു. കോതമംഗലത്തെ ഒട്ടേറെ വ്യക്തികളും സംഘടനകളും കൂട്ടായ്മകളും ഒക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ സഹായങ്ങൾ ഇവിടെ ഈ ഡിപ്പോയ്ക്ക് വേണ്ടി ചെയ്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്ര വലിയൊരു നേട്ടം നമുക്കിവിടെ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്.
കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് CPS ബാലൻ, വാർഡ് കൌൺസിലറായ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, കൌൺസിലർമാരായ സലിം ചെറിയാൻ, മാജോ മാത്യു, ആദർശ് കുര്യാക്കോസ്, അരുൺ ബോബൻ ജോർജ് അമ്പാട്ട്, ആബിദ ടീച്ചർ, മിനി മാത്യു, സീത വിജയൻ, സിനി തോമസ്, ഷിബി ബാബു, ഗീത ജയകുമാർ, മിനി എൽദോസ്, മരിയ രാജു, കുമാരി അശോകൻ, രാജി ജോബി, ജാൻസി മാത്യു എന്നിവരും, ശ്രീ ബേബി പൗലോസ്, അനസ് ഇബ്രാഹിം GCI, ശ്രീ റോയി MP, സ്റ്റേഷൻ മാസ്റ്റർ ശ്രീ ജോൺസൺ, ADE രാജീവ് NR, BTC ജില്ലാ കോർഡിനേറ്റർ ജെയ്സൺ ജോസഫ്, BTC യൂണിറ്റ് കോർഡിനേറ്റർ അനസ് RM, ജയൻ CR, എൽദോസ് VP, സുബൈർ MM, രാജീവ് N ശശി, AK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ന്യൂ കായ് ഷീൻകാൻ ഷിറ്റോറിയു കരാട്ടെ സ്കൂൾ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി ഇന്ത്യയുടെ വണ്ണപ്പുറം ബ്രാഞ്ചിന്റെ കളർ ബെൽ ഗ്രേഡിംഗ് ടെസ്റ്റും ന്യൂ ഇയർ സെലിബ്രേഷനും സംസ്ഥാന ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ ജേതാക്കൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ഹാൻഷി N വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇളന്തശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂ കായ് ഷീൻകാൻ ഷിറ്റോറിയു കരാട്ടെ സ്കൂൾ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി ഇന്ത്യ വണ്ണപ്പുറം ബ്രാഞ്ച് കളർ ബെൽ ഗ്രേഡിംഗ് ടെസ്റ്റും ന്യൂ ഇയർ സെലിബ്രേഷനും സംസ്ഥാന ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ ജേതാക്കൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാം, ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാം, ഇതനമായി പണിയണം നന്മരൂപിയായ ദൈവമേ. ഹാൻഷി N വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ പുതുവർഷത്തിലേക്ക് നമ്മൾ കാൽവെച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഈ വർഷം 2026 സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ചടങ്ങിൽ വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം മുഖ്യപ്രഭാഷണവും കാളിയാർ പോലീസ് സ്റ്റേഷൻ SHO ബിജു ജോൺ ലൂക്കോസ് മൊമന്റോ ഡിസ്ട്രിബ്യൂഷനും നിർവഹിച്ചു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൈനമ്മ ജോസ്, സണ്ണി കളപ്പുര, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം ബീന സിദ്ധാർത്ഥൻ, വിഘ്നേശ്വർ, K ശശി, മുൻ മെമ്പർമാരായ റഷീദ് തോട്ടുങ്കൽ, സണ്ണിച്ചൻ, N സെബാസ്റ്റ്യൻ എന്നിവർ ആശംസ നേർന്നു. ഖ്വാഷി KT ജോർജ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഷെൻസായി ജിനോ ജോർജ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കും വിശിഷ്ട വ്യക്തികൾക്കും സംസ്ഥാന ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മെഡൽ ജേതാക്കൾക്കും മൊമന്റോ കൈമാറി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ആദിഷ് പ്രദേശ്, മിയ ഇവരെല്ലാവരും ഇടുക്കി ജില്ല കുട്ടികളാണ്. ഓക്കെ. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങൾ 8-9 തീയതികളിൽ നടത്തും. ജനുവരി 8-ന് വൈകുന്നേരം 4:50 സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോൾ മൈലക്കച്ചാലിൽ പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥിയും ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടറുമായ റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം മുഖ്യ പ്രഭാഷണം നടത്തും. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോൾ മൈലക്കച്ചാലിൽ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വികാരി ജനറൽ മോൺസ്റ്റർ പയസ് മലയക്കണ്ടത്തിൽ ശതാബ്ദി ദിന സന്ദേശം നൽകും. ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ജനുവരി 8 വ്യാഴാഴ്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ജനുവരി 9 വെള്ളിയാഴ്ച അധ്യാപക രക്ഷകർതൃ ദിനവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിക്കും. ജനുവരി 8 വൈകുന്നേരം 4:50 സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോൾ മൈലക്കച്ചാലിൽ പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ നോബിൻ ജോർജ് സ്വാഗതം ആശംസിക്കും. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ ഉദ്ഘാടനം നടത്തും. പൂർവ്വ വിദ്യാർത്ഥിയും ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടറുമായ റവറന്റ് ഡോക്ടർ ആന്റണി പുത്തൻകുളം മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരിക്കും. 9-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന സ്കൂൾ ശതാബ്ദി ആഘോഷം വൈകുന്നേരം 5 മണിയോടെ ആരംഭിക്കും.
ചടങ്ങിന് സ്കൂൾ മാനേജർ റവറൻ ഫാദർ പോൾ മൈലക്കച്ചാലിൽ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ ശതാബ്ദി ദിന സന്ദേശം നൽകും. കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി റവറൻ ഫാദർ മാത്യു മുണ്ടക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. അവതാരകയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റെക്സിമോൾ മാത്യു മുഖ്യപ്രഭാഷണം നടത്തും. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജീൻസ് ജോൺ ആയത്തുപാടത്ത്, വികോഡ് ഇൻഫോടെക് മാനേജർ ശ്രീ സണ്ണി ജോൺ എന്നിവർ ചേർന്ന് ചടങ്ങിൽ പ്രതിഭകളെ ആദരിക്കും. ശ്രീ സജിമോൻ പീറ്റർ, ശ്രീമതി ജിസ്മി മാത്യു, ശ്രീ ഡോണ ടോമി, കുമാരി ഫിയോണ ബിജു എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിക്കും. ന്യൂസ് ബ്യൂറോ, നെയ്ശ്ശേരി. ലയൺസ് ക്ലബ്ബ് ഓഫ് വണ്ണപ്പുറം 2025-2026 വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ.ബി. ഷൈൻകുമാർ പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. കാളിയാർ SHO ബിജു ജോൺ ലൂക്കോസ് സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. ഒരേ കാലയളവിൽ 11 അംഗങ്ങളെ ഒരുമിച്ച് ക്ലബിൽ ചേർത്തുകൊണ്ട് ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ പ്രത്യേക പുരസ്കാരത്തിന് പ്രസിഡന്റ് ജോബി ജോർജ് അർഹനായി. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി വണ്ണപ്പുറത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറസാന്നിധ്യമായ ലയൺസ് ക്ലബ് വണ്ണപ്പുറം 2025-2026 വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനും പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷനും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. വണ്ണപ്പുറം മഞ്ഞക്കുന്നിൽ ക്ലൗഡ്സ് വില്ലയിൽ ചേർന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ.ബി. ഷൈൻകുമാർ പുതിയ അംഗങ്ങളുടെ ഇൻഡക്ഷൻ നിർവഹിച്ചു. Do hereby accept membership in Lions Club of Vannapuram, knowing that the membership obligates me to participate in all functions of the club to the best of my ability by the Lions Code of Ethics. 2025-2026 വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെയും ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം നിർവഹിച്ചു. ഓക്ബ്രൂക്ക് ഇല്ലിയോനിസിൽ മെൽവിൻ ജോൺ എന്ന് പറയുന്ന വ്യക്തിയാൽ സ്ഥാപിക്കപ്പെട്ടതാണല്ലോ ലയൺസ് ക്ലബ്ബ്. ഇന്ന് 199 രാജ്യങ്ങളിലായിട്ട് 17 ലക്ഷം മെമ്പേഴ്സ് ഉണ്ടെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഈ ലയൺസ് ക്ലബിൻ്റെ മുദ്രാവാക്യം തന്നെ വി സാർ എന്നുള്ളതാണല്ലോ. എൻ്റെ കടമയിലേക്ക് ഞാൻ കിടക്കട്ടെ. എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഇനാഗുറേഷൻ ഓഫ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷനാണ്. തുടർന്ന് ലയൺസ് ക്ലബ് ഓഫ് വണ്ണപ്പുറം നൽകി വരുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കാളിയാർ SHO ബിജു ജോൺ ലൂക്കോസ് നിർവഹിച്ചു. ചടങ്ങിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ക്ലബ് മെമ്പർ രാജീവ് ഭാസ്കറിന് ഡിസ്ട്രിക്ട് ഗവർണർ കെ.ബി. ഷൈൻകുമാർ ആദരവ് നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് ജോബി ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സജിത് തോമസ് സ്വാഗതവും ടിൻഡു അനീഷ് ആമുഖാവതരണം, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി സജി ചേമലിയിൽ, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് ട്രഷറർ വർഗീസ് ജോസഫ്, റീജിയൻ ചെയർപേഴ്സൺ ഡോക്ടർ ബിനോയ് ഭാസ്കരൻ, സോൺ ചെയർപേഴ്സൺ സന്തോഷ് കുമാർ എന്നിവർ ആശംസയും ഷാർലറ്റ് റോബിൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ഭാസ്കരൻ, പ്രസിഡന്റ് ജോസഫ് അറക്കത്തോട്ടം, SHO ബിജു ജോൺ ലൂക്കോസ്, ഫിലിം ഡയറക്ടർ ഡോക്ടർ അനീഷ് ഉറുമ്പിൽ, അധ്യാപിക ഷാർലറ്റ് റോബിൻ എന്നിവരെയും ലയൺസ് ക്ലബ്ബ് ആദരിച്ചു. ഒരേ കാലയളവിൽ 11 അംഗങ്ങളെ ഒരുമിച്ച് ക്ലബിൽ ചേർത്തുകൊണ്ട് ലയൺസ് ക്ലബ് ഇന്റർനാഷണലിന്റെ പ്രത്യേക പുരസ്കാരത്തിന് പ്രസിഡന്റ് ജോബി ജോർജ് അർഹനായി.
BRCയുടെ പരിധിയിൽപ്പെടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സഹവാസ ക്യാമ്പ് കരിമണ്ണൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ഉദ്ഘാടനം ചെയ്തു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന സോജൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളെയും കുടുംബങ്ങളെയും അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പിന്തുണ നൽകി അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കി മുഖ്യധാരയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇവരെല്ലാം പൊതുസമൂഹത്തിന്റെ ഭാഗമാണെന്നും അവരുടെ പരിമിതികൾ മറികടക്കുന്നതിനും സംരക്ഷണം ഒരുക്കുന്നതിനും പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഇതിനുവേണ്ടി സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് SSK വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് സഹവാസ ക്യാമ്പ്. കരിമണ്ണൂർ BRCയുടെ പരിധിയിൽപ്പെടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സഹവാസ ക്യാമ്പ് 2026 കരിമണ്ണൂർ ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന സോജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കരിമണ്ണൂർ BRC ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ സിൻഡോ ജോസഫ് സ്വാഗതം ആശംസിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജൻ ജെയിംസ്, BRC ട്രെയിനർ ലാൽ കെ തോമസ് എന്നിവർ ആശംസ നേർന്നു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷെർലി തോമസ് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് കുട്ടികളുടെ ജീവിത നൈപുണ്യ വികസനത്തിന് ഉതകുന്ന തരത്തിലുള്ള സംഗീതം, പാചകം, ക്രാഫ്റ്റ്, ചിത്രരചന എന്നീ പ്രവർത്തനങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. വടക്കനാറിന്റെ ആനക്കയം ഭാഗത്ത് വെള്ളം മലിനമാകുന്നു. കുറച്ചു ദിവസങ്ങളായി ഇവിടെ വെള്ളത്തിന്റെ നിറം മാറിക്കിടക്കുകയാണ്. ഇതുമൂലം മീനുകൾ ചത്തുപോകുന്ന അവസ്ഥയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഇത്. വിവിധ കുടിവെള്ള പദ്ധതികൾക്കും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇളന്തേശത്തുള്ള പ്ലൈവുഡ് ഫാക്ടറിയിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നതിനാലാണ് ഇവിടെ മാലിന്യം നിറയുന്നതെന്ന് ആലക്കോട് പഞ്ചായത്ത് മെമ്പർ രാജു വള്ളോപ്പിള്ളി പറഞ്ഞു. ഇതിന് എത്രയും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ ബന്ധപ്പെട്ട മേലധികാരികൾ ഇടപെടണമെന്നും നാട്ടുകാരുൾപ്പെടെ ആവശ്യപ്പെട്ടു. വടക്കനാറിൻ്റെ ആനക്കയ പാലത്തെ നിന്നുള്ള ഭാഗമാണ് ഈ കാണുന്നത്. അഴുക്കായിട്ട് 5-6 ദിവസമായിട്ട് ഇങ്ങനെ വെള്ളത്തിന് കളറും മാറി മീൻ ചത്തുപോകുന്നു. കുളിക്കാർക്ക് കുളിക്കാൻ പറ്റുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ ഒക്കെ ചെയ്യുന്ന സ്ഥലമാണിത്. അതുപോലെ കുടിവെള്ള പദ്ധതികൾ, തിരുവനന്തപുരം താലൂക്കിലെ പല കുടിവെള്ള പദ്ധതികളും ഈ ആറ്റിലെ വെള്ളം കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഇളന്തേശത്തുള്ള പ്ലൈവുഡ് ഫാക്ടറിയിൽ നിന്ന് വരുന്ന മലിനജലം കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. മീൻപിടുത്തക്കാർക്ക് മീൻ പിടിക്കാൻ പറ്റുന്നില്ല, മീൻ കിട്ടുന്നില്ല. അതുകൊണ്ട് അതിനാവശ്യമായൊരു പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ ശരിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മീൻ പിടിക്കുന്ന ആളുകൾ മീൻ കിട്ടാത്തത് കൊണ്ട് ഉള്ള വിഷമങ്ങൾ. അതെ, നേരത്തേക്ക് ഇഷ്ടം പോലെ മീനുള്ള ആറായിരുന്നു. ഒരു ചൂണ്ടയിട്ടാൽ പോലും ഒരു മീൻ കിട്ടാത്ത അവസ്ഥയായി. ഈ കെമിക്കൽ ഒഴുകി വരുന്നതുകൊണ്ട് മീനൊന്നും ഇവിടെ നിൽക്കുന്നില്ല. അതൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. കുളിക്കാനോ കുടിക്കാനോ ഒന്നും പറ്റുന്നില്ല. ചൂണ്ടയൊക്കെ ഇട്ട് വെച്ചാൽ അതുപോലെ തന്നെ കിടക്കുവാണ് ഇപ്പോൾ വെള്ളത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിന്നോക്ക സമൂഹം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റത്തിന് വിധേയമാകണമെന്ന് മന്ത്രി OR കേളു. അടൂർമല ഉന്നതി അംബേദ്കർ സെറ്റിൽമെന്റ് വികസന പ്രവൃത്തികളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവൽ ജനുവരി 8 മുതൽ 11 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായി തൊടുപുഴയിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സന്നദ്ധ പ്രവർത്തകരോടൊപ്പം വീടുകൾ സന്ദർശിച്ച് വിവരശേഖരണത്തിൽ പങ്കെടുത്തു. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ജനുവരി 7-ന് തുടക്കമാകുമെന്ന് ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജി പള്ളിക്കുന്നിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KSRTC കോതമംഗലം യൂണിറ്റിൽ ആദ്യമായി അനുവദിച്ച ബജറ്റ് ടൂറിസം ബസിന്റെ ഉദ്ഘാടനം നടന്നു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.